ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ നാളുകളാണ്. അനുഗ്രഹലബ്ധിയുടെയും പ്രാർത്ഥനാ ഫലപ്രാപ്തിയുടെയും മാസമായാണ് വിശ്വാസികൾ റമദാനെ കാണുന്നത്. ഇനി ഒരു മാസക്കാലം പള്ളികളും വീടുകളും പ്രാർത്ഥനാലയം ഖുർആൻ പാരായണത്തിൽ ദീപ്തമാകും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, പുണ്യങ്ങളുടെ പൂക്കാലമായാണ് റമദാൻ മാസത്തെ ഇസ്ലാം മത വിശ്വാസികൾ കണക്കാക്കുന്നത്. നോമ്പുകാലത്തെ സ്വാഗതം ചെയ്ത് തറാവീഹ് നമസ്കാരം അടക്കമുള്ള പ്രാർത്ഥനകൾക്കായി വിശ്വാസികൾ രാത്രിയിൽ പള്ളികളിൽ ഒത്തുചേർന്നു. പകൽ സമയം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചും രാത്രിയിൽ സമൂഹ നമസ്കാരവും പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടുന്ന ഒരു മാസക്കാലം. ദൈവത്തിനു മുന്നിൽ പ്രാർത്ഥനാനിരതമായ മനസ്സുമായി രാവും പകലും വിശ്വാസി നിലകൊള്ളുന്ന നാളുകൾ. ക്ഷമയും സഹനശീലവും വർദ്ധിപ്പിച്ച് വിശ്വാസിയുടെ സമ്പൂർണ്ണ സംസ്കരണമാണ് നോമ്പിലൂടെ ഇസ്ലാം ലക്ഷ്യമിടുന്നത്. ദൈവവചനങ്ങളുമായി ജിബ്രീൽ മാലാഖ പ്രവാചകന് മുന്നിലെത്തിയ ഖുർആൻ അവതീർണമായ മാസമായി കണക്കാക്കുന്നതിനാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാൻ അത്രമേൽ പ്രാധാന്യമേറിയതാണ്. ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ രാവും റമദാനിൽ ആണെന്നാണ് വിശ്വാസം. നിർബന്ധദാനമായ സകാത്തിനും മറ്റ് ദാനധർമ്മങ്ങൾക്കും വിശ്വാസികൾ തിരഞ്ഞെടുക്കുന്നതും റമദാനെയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി കണക്കാക്കുന്ന ബദർ യുദ്ധം നടന്നതും റമദാൻ മാസത്തിലാണെന്നാണ് വിശ്വാസം. റമദാനിൽ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുന്നതും സംഘടിതമായി നോമ്പ് തുറക്കുന്നതും പുണ്യകരമായ കാര്യമായി കണക്കാക്കുന്നു. രാത്രികാലങ്ങളിലുള്ള തറാവീഹ് നമസ്കാരം അടക്കമുള്ള പ്രാർത്ഥനകൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് പള്ളികളിൽ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.